ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു ഫുള്ളായിട്ടുള്ള ഒരു ക്ലീനിങ് ദിവസമായിരുന്നു. സാധാരണ ഞാൻ രാവിലെ ക്ലാസ്സിന് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് അടിക്കും തുടക്കുകയൊക്കെ ചെയ്യാന്നല്ലാതെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനൊന്നും പറ്റാറില്ല. ഇന്നത്തെ ദിവസം ഞാൻ ലീവാക്കിക്കായിരുന്നു വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇന്നത്തെ ദിവസം ലീവാക്കിക്കല്ലേ, അപ്പോൾ ഏതായാലും ഇതും കൂടി ഒന്ന് ചെയ്യാമെന്നുണ്ട് വിചാരിച്ചു. ക്ലീനിങ് ഞാൻ അങ്ങനെ വല്ലാതെ എപ്പോഴൊന്നും ചെയ്യാറില്ല. എനിക്ക് എപ്പോഴാണോ തോന്നുന്നത് ആ സമയത്ത് അങ്ങോട്ട് അതിനായിട്ടാണ് മെനക്കെട്ടിട്ടാണ്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്തൊന്നും ക്ലീനിങ് ചെയ്യാത്ത കാരണം അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദിവസമായി പൊടിയും കാര്യങ്ങളൊക്കെ എൻ്റെ കണ്ണിലിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നാളെ ആവട്ടെ വിചാരിച്ച് ഞാൻ അങ്ങനെ മാറ്റും. പിന്നെ ഞായറാഴ്ച ദിവസമാണ് ഒരു ഒഴിവിട്ട്. അപ്പോൾ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മടി കാരണം പിന്നെ എവിടേക്കെങ്കിലും പോകാനൊക്കെ ഉള്ളത് കാരണം അങ്ങനെ അത് ചെയ്യാതെ പോലാണ്. ആദ്യം തന്നെ ഞാൻ റൂം ക്ലീൻ ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ജനലൊക്കെ തുറക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അത് വാതിൽ തുറക്കണം. വാതിൽമേലൊക്കെ നല്ലോണം പൊടി ഉണ്ടായിരുന്നു. നനച്ചുള്ളി കഴിക്കണ പോലെ കഴുകണമൊന്നുമില്ല കേട്ടോ. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് തുണിയിട്ട് തുടച്ചെടുക്കുക ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ റൂമത്തെ റാക്കിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ. ഞാനായാലും ഇക്കയായാലും കുട്ടികളായാലും എന്താ കിട്ടിച്ചെങ്കിൽ കിട്ടിയത് മുഴുവൻ അവിടെ കൊടുന്ന് വെക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ പേപ്പറൊക്കെ മാറ്റിയിട്ട് വേറെ ഒന്ന് വിരിച്ചെടുക്കിയിരുന്നു. പേപ്പറൊക്കെ വാൾപേപ്പർ ഒട്ടിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് അതൊക്കെ സെറ്റാക്കാനുണ്ട്. റൂമൊക്കെ നന്നായിട്ടൊന്ന് ശരിയാക്കാനും പെയിൻ്റ് അടിക്കാനും സെറ്റാക്കാനും ഒക്കെ ഉണ്ട്. ഒരുപാട് പൊടിയും കച്ചറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചു വരി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അടിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കുറച്ച് കഴിയുമ്പോൾ ഞാനിതാ എല്ലാവരും തുടച്ചെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. റൂമും ഹാളും തുടച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സിറ്റ് ഔട്ടുള്ളൂ കേട്ടോ. സിറ്റ് ഔട്ട് ഞാൻ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അധികം കഴുകി വിടാറാണ് കേട്ടോ. അല്ലാതെ തുടച്ചെടുക്കാറൊന്നുമില്ല. അധികം കഴുകി വിടുക, വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അങ്ങനെ സോപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അങ്ങനെ എന്താ ഒരതിയിട്ട് വെറുതെ ഒന്ന് കഴുകി ഇടുക. പിന്നെ ഞാനൊന്ന് തുടച്ചെടുക്കട്ടെ ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് വല്ലാതൊന്നും സിറ്റ് ഔട്ടുമൊക്കെ വല്ലാതെ പണി ഉണ്ടാവാറില്ല. പൊടുമക്കത്ത് ആയതുകൊണ്ട് തന്നെ സിറ്റ് ഔട്ടിൽ അധികം പൊടി എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഒരു മാസത്തിൽ 2 വട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ സിറ്റ് ഔട്ട് ഒന്ന് കഴുകിയിടാറുണ്ട്. അങ്ങനെ സിറ്റ് ഔട്ടിൻ്റെ അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ എല്ലാവരും ഒന്ന് തുടച്ചെടുത്തു. വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയിട്ട് പിന്നെ അങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിറ്റ് ഔട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഞാൻ അത് അടുക്കളയാണ്. അടുക്കള ഞാൻ വീഡിയോ ഒന്നും എടുക്കാനൊക്കെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അടുക്കളയിൽ ഇത് അത്യാവശ്യം കരിയും ചളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. കരി പറഞ്ഞാൽ എന്താ, ഞാൻ ചിമ്മിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് തുടച്ചെടുത്തതിൻ്റെ കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ ഒന്നുമല്ല. എന്താ അപ്പോൾ ആ വെള്ളം ഇങ്ങനെ താഴത്തേക്ക് വന്നതിൻ്റെ ഇതാണ് കേട്ടോ ഈ കരി കാണുന്നത്. അതും എനിക്ക് അവിടെ ഓവുള്ളത് കാരണമൊക്കെ ഞാൻ അങ്ങനെ ഒരതാനും തുടച്ചെടുക്കാനും നിൽക്കില്ല. അധികം കഴുകി വിടുമ്പോൾ അതാണ് ഒരു എളുപ്പം തോന്നൽ. അപ്പോൾ കഴുകി വിട്ടാലും ഓവ് കൂടെ വല്ലാതെ വെള്ളം പോണില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് മുറത്തിൽ വെള്ളമാക്കിയിട്ട് അങ്ങനെ ബക്കറ്റൊക്കെ ഒഴിക്കുക കേട്ടോ ചെയ്യാറ്. അപ്പോൾ അതാണെങ്കിലും വൃത്തിയാവും. അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ ഒരു മാസത്തിലൊരിക്കൽ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ എപ്പോഴും ചെയ്യാറൊന്നുമില്ല. ഇപ്പോൾ തീരെയും ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ തീരെ എനിക്ക് ഒഴിവിട്ടാത്തതുകൊണ്ട് ചെയ്യാറില്ല. അങ്ങനെ എന്താ അടുക്കളൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അടുക്കളൊക്കെ നിലമൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാനൊക്കെ ഇട്ട് ഞാൻ ഉണക്കിക്കാണ്. അതൊക്കെ കഴിഞ്ഞത് അങ്ങനെ ഫുള്ളായിട്ട് എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഇത് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ തേങ്ങാച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നു. അപ്പോൾ ഞാൻ കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ വെക്കണം വിചാരിച്ചതാണ്. പിന്നെ തേങ്ങാച്ചോറും ഇറച്ചിക്കറിയൊക്കെ തന്നത് കാരണം പിന്നെ അതൊന്നും വെക്കേണ്ടി വന്നില്ല. അങ്ങനെ ആ തേങ്ങാച്ചോറ് പിന്നെ ചിക്കനും ഉരുളങ്ങയൊക്കെ ഇട്ടിട്ടുള്ളൊരു കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പാത്തുവിൻ്റെ സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം എക്സാം കഴിഞ്ഞതിൻ്റെ. അപ്പോൾ അതിന് വേണ്ടി പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ